IPL ആദ്യ കിരീട നേട്ടം സ്വന്തമാക്കിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിലെ ആഘോഷം അത് വലിയ ദുരന്തമായി മാറിയ കാഴ്ചയാണെന്ന് കണ്ടത്. 11 പേർ ഇതിനകം മരിച്ചു എന്നാണ് വിവരം പുറത്തുവരുന്നത്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഒരുക്കിയ സ്വീകരണ ചടങ്ങിൽ സ്റ്റേഡിയത്തിന്റെ ഗേറ്റ് തുറന്നപ്പോൾ തള്ളിക്കയറാൻ ആളുകൾ ശ്രമിച്ചതാണ് അപകടത്തിന് കാരണമെന്നാണ് വിവരം. 15ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 3 പേരുടെ നില ഇപ്പോഴും ഗുരുതരമാണ്. ഒരു സ്ത്രീയും കുട്ടിയും ഈ മരിച്ചവരിൽ ഉൾപ്പെട്ടു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. വിവിധ ആശുപത്രികളിൽ ഇവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ സ്റ്റേഡിയത്തിൽ വലിയ തിരക്കായിരുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി പോലീസ് ഉച്ചയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. വിക്ടറി ആഘോഷം പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് പോലീസ് നൽകിയിരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം ബംഗളൂരു ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഇടപെടൽ ഇതിന് കാരണമായി. സർക്കാരും ഈ വിഷയത്തിൽ ഇടപെട്ടു. ആഘോഷം വേണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇത് വലിയ ദുരന്തത്തിലെ കാര്യങ്ങളെ എത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ദുരന്തമുണ്ടായി എന്ന വിവരം പുറത്തു വന്നതിന് ശേഷവും കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടവർ, പ്രത്യേകിച്ച് ഉപമുഖ്യമന്ത്രി അടക്കമുള്ളവർ, DK ശിവകുമാർ അടക്കമുള്ളവർ ഈ ആഘോഷ പരിപാടികളുമായി മുന്നോട്ട് പോയി. കോഹ്ലിക്ക് കിരീടം നൽകുന്നത്, ട്രോഫിയൊക്കെ നൽകുന്നതും അത് ഉയർത്തിക്കാട്ടുന്നതുമായ കാഴ്ചകളൊക്കെ ആളുകളെ അമ്പരപ്പിച്ചു. കാരണം 11 സാധാരണക്കാർ ഈ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഈ തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളെ കാണാനെത്തിയവർ മരിച്ചു കിടക്കുമ്പോഴാണ് ഈ ആഘോഷം സംഘടിപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരമായ കാര്യമായി മാറുന്നത്. പോലീസിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യം BJP ഇതിനകം ഉന്നയിച്ചിരുന്നു. സർക്കാർ സ്പോൺസേഡ് ദുരന്തമെന്നാണ് BJP ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറ്റപ്പെടുത്തുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത്. ഏറ്റവും ഒടുവിൽ കർണാടക സർക്കാർ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട്. പോലീസിന്റെ പ്രശ്നമല്ല എന്ന് പറയുമ്പോഴും ഇത്ര വലിയ ഒരു ആഘോഷ ചടങ്ങ് സംഘടിപ്പിക്കുന്നതിലെ അസ്വാഭാവികത അത് ചർച്ചയാക്കുകയാണ് സമൂഹം.